നമസ്കാരം. രാഹുൽ മാങ്കൂട്ടത്തിലിന്റെ ഭാവി ഇനി എന്ത്? രാഹുൽ മാങ്കൂട്ടത്തിൽ ഇനി എങ്ങോട്ടേക്ക്? രാഹുൽ മാങ്കൂട്ടത്തിലിനെ കോൺഗ്രസ് സസ്പെൻഡ് ചെയ്തിരിക്കുന്നു. ഇനി അയാൾക്ക് പരിമിതികൾ ഏറെയാണ്. കോൺഗ്രസ് പ്രതിസ്ഥാനത്ത് നിന്നിട്ടുള്ള പല വിഷയങ്ങളിലും കോൺഗ്രസ് നേതാക്കൾ പോലും കോൺഗ്രസിനെ ന്യായീകരിക്കാൻ കഷ്ടപ്പെട്ടിരുന്ന സമയത്ത് ഒരു ഉളുപ്പുമില്ലാതെ കോൺഗ്രസിനെ ന്യായീകരിച്ച് കോൺഗ്രസിനെ വൈറ്റ് വാഷ് അടിക്കാൻ വേണ്ടി ഇറങ്ങിത്തിരിച്ച ഒരു നേതാവായിരുന്നു രാഹുൽ മാങ്കൂട്ടത്തിൽ. ആ വകയിൽ അയാൾ സമ്പാദിച്ചു വെച്ചത് അയാളുടെ സമാന ചിന്താഗതിയുള്ള ഒരുപാട് അണികളെയാണ്. ആ അണികളൊക്കെയാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ പ്രതിസന്ധിയിലാകുമ്പോൾ പരാതി ഉന്നയിക്കുന്ന പരാതിക്കാരിയെ അല്ലെങ്കിൽ പരാതിക്കാരെയൊക്കെ വലിയ തോതിൽ സൈബർ ആക്രമണങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. രാഹുൽ മാങ്കൂട്ടത്തിന് ഇനി പ്രത്യേകിച്ച് എന്തെങ്കിലും ചെയ്യാൻ കഴിയുമോ? രാഹുൽ മാങ്കൂട്ടത്തിൽ ഇപ്പോൾ വെറും ഒരു പേരിന് MLA എന്ന് മാത്രമേ നമുക്ക് പറയാൻ സാധിക്കുകയുള്ളൂ. അദ്ദേഹം ഇപ്പോൾ കോൺഗ്രസ്സുകാരനല്ല. അതുകൊണ്ട് തന്നെ അവിടെ കോൺഗ്രസ് സംഘടിപ്പിക്കുന്ന യൂത്ത് കോൺഗ്രസ് സംഘടിപ്പിക്കുന്ന ഒരു പരിപാടിയിലും അദ്ദേഹത്തിന് പങ്കെടുക്കാൻ കഴിയില്ല. കാരണം അദ്ദേഹത്തിന് വിലക്കുണ്ട്. അതുകൊണ്ട് വീട്ടിൽ ചുമ്മാ ഇരുന്ന് പുട്ടടിക്കാം എന്നതിനപ്പുറത്തേക്ക് അദ്ദേഹത്തിന് വേറെ ഒന്നും തന്നെ ചെയ്യാൻ കഴിയില്ല. നിയമസഭയിൽ ചെന്നാലും അദ്ദേഹത്തിനും ഒന്നും ചെയ്യാൻ കഴിയില്ല. അവർക്കൊപ്പം ഇരിക്കാൻ പോലും കഴിയില്ല എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. അതുകൊണ്ട് തന്നെ ഒരു റബ്ബർ സ്റ്റാമ്പായിട്ട് രാഹുൽ മാങ്കൂട്ടത്തിന് ചുമ്മാ അവിടെ ഇരിക്കാം എന്നത് മാത്രം. രാഹുൽ മാങ്കൂട്ടം എന്തുകൊണ്ടാണ് രാജിവെക്കാത്തതെന്ന് പലരും ആലോചിക്കുന്നുണ്ടാകും. രാഹുൽ മാങ്കൂട്ടത്തിന് ഒരു കാര്യം വ്യക്തമായി അറിയാം. യൂത്ത് കോൺഗ്രസിന്റെ അധ്യക്ഷ സ്ഥാനത്തുനിന്ന് പാർട്ടിക്ക് മാറ്റാൻ കഴിയും. പക്ഷേ രാജി അത് വെക്കണമെങ്കിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ തന്നെ തീരുമാനിക്കണം. രാഹുൽ മാങ്കൂട്ടത്തിന്റെ രാജി അത് സംഭവിച്ചാൽ പിന്നെ അയാൾക്കൊരു രാഷ്ട്രീയ ഭാവിയില്ല എന്ന് അയാൾക്ക് നന്നായി അറിയാം. മാത്രമല്ല, പാലക്കാട് ഒരു ഉപതെരഞ്ഞെടുപ്പ് വന്നിട്ടുണ്ടെങ്കിൽ അവിടെ ഇനി കോൺഗ്രസിന് ഒരു സാധ്യതയും ഉണ്ടാകില്ല എന്നുള്ള കാര്യം കൂടി രാഹുൽ മാങ്കൂട്ടത്തിന് നന്നായി അറിയാവുന്നതാണ്. അതുകൊണ്ട് രാഹുൽ മാങ്കൂട്ടം തന്റെ ഭാവി സുരക്ഷിതമാക്കുക എന്നത് മാത്രമല്ല, തന്റെ ഈ പ്രതിസന്ധി ഘട്ടങ്ങളിൽ തനിക്കെതിരെ പല രീതിയിലുള്ള നീക്കങ്ങൾ നടത്തിയിട്ടുള്ള എല്ലാവരെയും നശിപ്പിക്കുക കൂടിയാണോ അദ്ദേഹത്തിന്റെ ഉദ്ദേശം എന്ന കാര്യം കൂടി സംശയിക്കേണ്ടിയിരിക്കുന്നു. അങ്ങനെ എടുത്തു പറയാനുള്ള കാരണം, രാഹുൽ മാങ്കൂട്ടത്തിന് ഇപ്പോൾ നിലവിൽ കോൺഗ്രസിൽ നിന്ന് ഏതെങ്കിലും രീതിയിലുള്ള പിന്തുണയുണ്ടോ എന്ന് പരിശോധിച്ചാൽ നിലവിലുള്ള കോൺഗ്രസിലെ വനിതാ നേതാക്കളെല്ലാം തന്നെ ഇദ്ദേഹത്തിന്റെ രാജി ആവശ്യപ്പെട്ടിരിക്കുന്നു. മാത്രമല്ല, പല നേതാക്കളും ഇദ്ദേഹത്തോട് പരസ്യമായിട്ട് രാജിവെക്കണമെന്ന് ആവശ്യപ്പെടുന്നു. പല നേതാക്കളും ഈ വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ നിൽക്കുന്ന സാഹചര്യമാണ് നിലവിലുള്ളത്. അതായത് രാഹുൽ മാങ്കൂട്ടം ഇതുവരെ ഉണ്ടാക്കിയ എല്ലാ ഇമേജുകളും തകർന്നടിഞ്ഞിരിക്കുകയാണ്. ഇനി ഈ സമയത്ത് ഇദ്ദേഹത്തിന് ചെയ്യാൻ സാധ്യതയുള്ള അല്ലെങ്കിൽ അദ്ദേഹത്തിന് ചെയ്യാൻ കഴിയുന്ന ഒരു കാര്യം എന്താണ്? എന്തായാലും കോൺഗ്രസ് പരിപാടികളിൽ പങ്കെടുത്തുകൊണ്ട് ഇദ്ദേഹത്തിന് ന്യായീകരണ ക്യാപ്സ്യൂൾ ഇറക്കാൻ കഴിയില്ല. പക്ഷേ ഇദ്ദേഹത്തിന് ഒരു കാര്യം ചെയ്യാൻ കഴിയും. അതാണ് കോൺഗ്രസ് ഏറ്റവും കൂടുതൽ ഭയപ്പെടുന്നത്. ഇദ്ദേഹത്തിന് നിയമസഭയിലെത്തി ഇദ്ദേഹത്തിന്റെ രാജി അത് സ്പീക്കർക്ക് കൊടുക്കാൻ കഴിയും. അങ്ങനെ കൊടുത്താൽ എന്താണ് സംഭവിക്കുക? അതായത് സ്പീക്കർ എന്തുകൊണ്ട് രാഹുൽ മാങ്കൂട്ടം രാജിവെക്കുന്നു എന്നതിനെ പറ്റി വിശദീകരിക്കാൻ രാഹുൽ മാങ്കൂട്ടത്തിന് ഏകദേശം ഒരു മണിക്കൂറെങ്കിലും നൽകാൻ സാധ്യതയുണ്ടെന്നാണ് നമുക്ക് ഈ വിഷയവുമായി ബന്ധപ്പെട്ട് പരിശോധിക്കുമ്പോൾ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അങ്ങനെ കൊടുക്കുന്ന മണിക്കൂറിൽ രാഹുൽ മാങ്കൂട്ടിൽ നിന്ന് താൻ എന്തുകൊണ്ട് രാജിവെക്കുന്നു എന്ന് വ്യക്തമായി വിശദമായി പറയാൻ കഴിയും. അങ്ങനെ വിശദമായി പറയുന്ന സാഹചര്യത്തിൽ അദ്ദേഹത്തിന് ഈ കോൺഗ്രസ് നേതാക്കൾക്കെതിരെയൊക്കെ പല രീതിയിലുള്ള അല്ലെങ്കിൽ ഇദ്ദേഹത്തിന് അവർക്ക് എതിരെ അറിയാവുന്ന എല്ലാ കാര്യങ്ങളും അല്ലെങ്കിൽ അവർക്കെതിരെയുള്ള ആരോപണങ്ങളും ഒക്കെ അദ്ദേഹത്തിന് അവിടെ ഉന്നയിക്കാം. അത് അതിര് കടന്നു പോയാലും ഒന്നും പറയാൻ കഴിയില്ല. കാരണം നിയമസഭയിൽ നിന്ന് പറയുമ്പോൾ വലിയ രീതിയിലുള്ള നിയമപരിരക്ഷ ലഭിക്കാനുള്ള സാധ്യതയുണ്ടെന്ന് രാഹുൽ മാങ്കൂട്ടത്തിന് അറിയാം. അതുകൊണ്ട് തന്നെ രാഹുൽ മാങ്കൂട്ടത്തിൽ ഇനിയിപ്പോൾ സഭ ആരംഭിക്കുമ്പോൾ സഭയിലെത്തി അദ്ദേഹം രാജി സമർപ്പിച്ചുകൊണ്ട് നിലവിൽ ഇദ്ദേഹത്തിനെതിരെ ആഞ്ഞടിച്ചിട്ടുള്ള ആളുകളെയൊക്കെ അദ്ദേഹം തിരിച്ചടിക്കാനാണോ സാധ്യത എന്നാണ് കേരളം ഉറ്റുനോക്കുന്നത്. ഇവിടെ വേറെ പല കാര്യങ്ങളുമുണ്ട്. പല നിയമസഭാ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടുകൊണ്ട് സോഷ്യൽ മീഡിയയിൽ ഇടത് നേതാക്കളെ കടന്നാക്രമിക്കാനൊക്കെ വേണ്ടി ഇവരുടെയൊക്കെ നേതൃത്വത്തിൽ യൂത്ത് കോൺഗ്രസിന്റെ ഒക്കെ നേതൃത്വത്തിൽ നടന്നിട്ടുള്ള പല നാറിയ ചീഞ്ഞ പല കഥകളുണ്ട്. അതിന്റെയൊക്കെ പിന്നിൽ ആരൊക്കെയായിരുന്നു? ആര് പറഞ്ഞിട്ടാണ് അത്തരത്തിലുള്ള നീക്കങ്ങൾ നടത്തിയത്? ഇതൊക്കെ നന്നായി അറിയാവുന്ന, കോൺഗ്രസിനകത്ത് നടക്കുന്ന പല സംഭവങ്ങളെയും പറ്റി നന്നായി അറിയാവുന്ന ഒരു വ്യക്തിയാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ. രാഹുൽ മാങ്കൂട്ടം എന്ന് പറയുന്ന വ്യക്തി അതുകൊണ്ട് എന്ത് സഭയിൽ സംസാരിക്കും എന്നതൊരു പ്രധാനപ്പെട്ട കാര്യമാണ്. ഇനി ഇതൊക്കെ സംസാരിച്ച ശേഷം അദ്ദേഹം എങ്ങോട്ടേക്ക് പോകും എന്ന കാര്യത്തെ പറ്റിയൊക്കെ പലയിടങ്ങളിലും ചർച്ച നടക്കുന്നുണ്ട്. അതായത് പല മാധ്യമങ്ങളും പറയുന്നു അദ്ദേഹം CPM-ലേക്ക് പോകാനാണ് സാധ്യതയെന്ന്. എന്നാൽ അദ്ദേഹത്തിന് CPM എടുക്കുമോ? ഒരിക്കലും ഇല്ല എന്നതാണ് എന്റെ സ്റ്റാൻഡ്. കാരണം CPM ഒരിക്കലും രാഹുൽ മാങ്കൂട്ടം എന്ന് പറയുന്ന ഈ ഒരു രാഷ്ട്രീയ മാലിന്യത്തെ ചുമക്കില്ല എന്ന് നമുക്ക് എടുത്തു പറയാൻ കഴിയും. മാധ്യമങ്ങൾ ഒരുപക്ഷെ ചിലപ്പോൾ പറയും CPM ഇരുകൈ നീട്ടി സ്വീകരിക്കുമെന്നൊക്കെ. അത് മാധ്യമങ്ങളുടെ ഒരു അജണ്ടയാണ്. എന്നാൽ
മിക്കവാറും രാഹുൽ മാങ്കൂട്ടം പോകാൻ സാധ്യതയുള്ള ഒരു ഇടം എന്ന് പറയുന്നത് അത് BJP ആണ്. BJP വിട്ടാൽ കോൺഗ്രസ്, കോൺഗ്രസ് വിട്ടാൽ BJP. അതൊരു സമവാക്യമാണ്. അതുകൊണ്ട് രാഹുൽ മാങ്കൂട്ടത്തിന്റെ സ്വഭാവത്തിനും രാഹുൽ മാങ്കൂട്ടത്തിന്റെ പൊതുവെ അകത്തുള്ള രാഷ്ട്രീയത്തിനും ഒക്കെ പറ്റിയ മറ്റൊരു ഇടം എന്ന് പറയുന്നത് അതൊരു പക്ഷേ BJP ആയിരിക്കും എന്നുള്ളത് നമുക്ക് എടുത്തു പറയാൻ കഴിയുന്ന ഒരു വസ്തുതയാണ്. CPM-ൽ പോയിട്ടുണ്ടെങ്കിൽ, ഇത്തരം സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ടെങ്കിൽ തീർച്ചയായും CPM അതിശക്തമായ നടപടികൾ സ്വീകരിക്കുമെന്നും ഈ ഒരു വിഷയത്തിൽ CPM ആഞ്ഞടിക്കുമെന്നും ഒക്കെ നമുക്ക് വ്യക്തമായി അറിയാവുന്ന ഒരു കാര്യമാണ്. അതുകൊണ്ട് തന്നെ CPM-ലേക്ക് പോകാൻ ഒരുപക്ഷെ രാഹുൽ മാങ്കൂട്ടം തയ്യാറാകില്ല. രാഹുൽ മാങ്കൂട്ടത്തിന്റെ ധാർഷ്ട്യവും രാഹുൽ മാങ്കൂട്ടത്തിന്റെ അഹങ്കാരവും ഒക്കെ ഒരിക്കലും CPM വെച്ചു ഉറപ്പിക്കില്ല എന്നും ഒരു ഏകാധിപത്യ സ്വഭാവം ആ പാർട്ടിയിൽ നിന്നുകൊണ്ട് കാണിക്കാൻ കഴിയില്ല എന്നും ഒക്കെ എന്തായാലും രാഹുൽ മാങ്കൂട്ടത്തിന് അറിയാവുന്നത് കൊണ്ട് അദ്ദേഹം തന്ത്രപരമായ ഒരു നീക്കം നടത്താനാണ് സാധ്യത. അദ്ദേഹം തന്ത്രപരമായ ഒരു നീക്കം നടത്തിക്കൊണ്ട് BJP-യുടെ അകത്തേക്ക് അല്ലെങ്കിൽ BJP-യിൽ പ്രവേശിക്കാനുള്ള ഒരു നീക്കം നടത്തുമോ എന്നുള്ള ഒരു സംശയം കൂടി നമ്മൾ ഈ സമയത്ത് മുന്നോട്ട് വെക്കുകയാണ്. കാരണം പല സമയത്തും ഇത്തരം സംഭവങ്ങളുമായി ബന്ധപ്പെട്ട് പല നേതാക്കളും പോയി അഭയം പ്രാപിച്ചിട്ടുള്ള ഒരു ഇടം എന്ന് പറയുന്നത് അത് BJP ആണ്. എന്തെങ്കിലും കേന്ദ്ര അന്വേഷണ ഏജൻസികളൊക്കെ അന്വേഷണം വന്നിട്ടുണ്ടെങ്കിൽ BJP-കാരനാണെങ്കിൽ സ്വാഭാവികമായും ഒരു രീതിയിലുള്ള ഒരു പരിരക്ഷ, പ്രത്യേകിച്ച് ആ വിഷയത്തിലൊക്കെ ഒരു വലിയ രീതിയിൽ രക്ഷപ്പെടാനുള്ള സാധ്യതകളൊക്കെ തെളിയാനുള്ള സാധ്യതകൾ കൂടി ഉണ്ടെന്ന് എല്ലാവർക്കും അറിയാം. പ്രത്യേകിച്ച് BJP-കാരനായാൽ പല രീതിയിലുള്ള അന്വേഷണങ്ങളിൽ നിന്നൊക്കെ ഒഴിഞ്ഞു മാറാനും സാധിക്കും. അതുകൊണ്ടൊക്കെ തന്നെ തീർച്ചയായും രാഹുൽ മാങ്കൂട്ടത്തിന്റെ അടുത്ത നീക്കം എങ്ങോട്ട് എന്നുള്ള കാര്യം വലിയ ചർച്ച തന്നെയാണ്. ഇനി രാഹുൽ മാങ്കൂട്ടത്തിനെ പുറത്താക്കാൻ വേണ്ടി, ഈ പാർട്ടിയിൽ നിന്ന് എടുത്തു കളയാൻ വേണ്ടി യൂത്ത് കോൺഗ്രസിനകത്തുള്ള പല നേതാക്കളും ശ്രമം നടത്തുന്നുണ്ട്. രാഹുൽ മാങ്കൂട്ടവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇപ്പോൾ പുറത്തു വന്നിട്ടുള്ള എല്ലാ കേസുകളും, ഈ കേസുകളുമായി ബന്ധപ്പെട്ട് നമ്മൾ കേൾക്കുന്ന ശബ്ദരേഖകൾ അടക്കം എവിടെ നിന്നാണ് വന്നിട്ടുള്ളത്? അത് ഏതെങ്കിലും CPM പ്രവർത്തകൻ കൊടുത്തിട്ടുള്ളതാണോ? ഏതെങ്കിലും BJP പ്രവർത്തകൻ കൊടുത്തിട്ടുള്ളതാണോ? അല്ല. അതെല്ലാം വന്നിട്ടുള്ളത് യൂത്ത് കോൺഗ്രസിന്റെ അകത്തു നിന്ന് തന്നെയാണ്. ഈ ഗ്രൂപ്പ് തർക്കത്തിൽ നിന്ന് തന്നെയാണ് ഇത് ഈ എല്ലാ കാര്യങ്ങളും, ഇത്തരത്തിലുള്ള തെളിവുകളും ഇത്തരത്തിലുള്ള പരാതികളും ഒക്കെ പുറത്തേക്ക് വന്നിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ അടുത്ത ഒരു മൂവ് എന്താണ്? രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ഇത്തരത്തിലുള്ള പല രീതിയിലുള്ള ആരോപണങ്ങൾ ഉന്നയിച്ചിട്ടുള്ള എല്ലാ സ്ത്രീകളും, ഒരു വിഭാഗം സ്ത്രീകൾ രംഗത്തേക്ക് വന്നെങ്കിലും പരാതി കൊടുക്കുന്നില്ല എന്ന് ചില പെൺകുട്ടികൾ പറയുന്നുണ്ടെങ്കിലും അതിന്റെ കാരണമായിട്ട് അവർ ഭയമാണ് പറയുന്നതെങ്കിലും ഈ ഇത്തരത്തിൽ പരാതിക്കാരിയായിട്ട് മറഞ്ഞു നിൽക്കുന്ന ചില ആളുകൾ, അതുപോലെ തന്നെ പൊതുവേദിയിലേക്ക് വന്നിട്ടുള്ള ആളുകളൊക്കെ പരാതി കൊടുക്കണം, അങ്ങനെ കുട്ടിപ്പിക്കണം എന്നൊരവസ്ഥയിലേക്ക് കൊണ്ടുപോയി എത്തിക്കാനുള്ള ശ്രമമാണ് ഇപ്പോൾ യൂത്ത് കോൺഗ്രസ് നടത്തുന്നത്. യൂത്ത് കോൺഗ്രസിന്റെ നേതാക്കൾ പരാതിക്കാരെ പ്രകോപിപ്പിക്കുകയാണ്. പ്രകോപിപ്പിക്കുമ്പോൾ സ്വാഭാവികമായും കൂടുതൽ തെളിവുകൾ വരാനുള്ള സാധ്യതയുണ്ട്. അവരുടെ ഈ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെയുള്ള ഇവരുടെ ഈ ഒരു തുറന്ന യുദ്ധം എവിടെയാണ് ഒരു ചെറിയ രീതിയിൽ ആ തിരക്കഥ പാടിയതെന്ന് ചോദിച്ചാൽ, നിലവിൽ രാഹുൽ മാങ്കൂട്ടത്തിന്റെയും ഷാഫിയുടെയും നേതൃത്വത്തിലുള്ള സൈബർ സംഘം ഈ പറയുന്ന ആരോപണം ഉന്നയിച്ച ആളുകൾക്കെതിരെ വലിയ രീതിയിലുള്ള സൈബർ ആക്രമണങ്ങൾ നടത്താൻ തുടങ്ങിയപ്പോൾ പരാതി ഉന്നയിച്ച ആളുകൾ പേടിക്കാൻ തുടങ്ങി. അവർ ഞങ്ങൾ ഇനി നിയമ പോരാട്ടത്തിനില്ല എന്ന് പറയാൻ തുടങ്ങി. ആ ഘട്ടത്തിലാണ് ഇതിന് പിന്നിൽ കടിച്ച ആളുകൾക്കൊക്കെ കാലിടറിയത്. അവർ രംഗത്തേക്ക് വരുന്നു. അവർ രംഗത്തേക്ക് വന്നിട്ട് എന്താണ് പറയുന്നത്? രാഹുൽ മാങ്കൂട്ടത്തിനൊപ്പമാണെന്ന നിലയിലാണ് അവർ സംസാരിക്കുന്നത്. രാഹുൽ മാങ്കൂട്ടം എന്തുകൊണ്ട് ഈ കേസുകൾ നിഷേധിക്കുന്നില്ല, എന്തുകൊണ്ട് ഈ വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് രാഹുൽ മാങ്കൂട്ടം ഒരു മാനനഷ്ട കേസ് കൊടുക്കുന്നില്ല എന്നൊക്കെയാണ് ചോദിക്കുന്നത്. സ്വാഭാവികമായും ഇവിടുത്തെ മാധ്യമങ്ങളും ജനങ്ങളും ചോദിക്കുന്ന അതേ ചോദ്യം രാഹുൽ മാങ്കൂട്ടത്തിനെതിരെയും അവർ പരോക്ഷമായി ഉന്നയിക്കുന്നു. അപ്പോൾ അത്തരത്തിലുള്ള സംസാരം വരുമ്പോൾ സമൂഹ മാധ്യമങ്ങളിൽ ഇത്തരം പരാതി ഉന്നയിച്ച ആളുകൾക്കെതിരെ സൈബർ വേട്ട നടത്തിക്കൊണ്ടിരിക്കുന്ന ഈ യൂത്ത് കോൺഗ്രസ്സുകാരും തന്നെയാണ്. അതൊക്കെ എടുത്ത് നോക്കുമ്പോഴൊക്കെ നമുക്ക് മൊത്തത്തിൽ മനസ്സിലാക്കാൻ സാധിക്കുന്നത് പരാതിക്കാരെ പ്രകോപിപ്പിച്ചുകൊണ്ട് രാഹുൽ മാങ്കൂട്ടത്തിനെതിരെയുള്ള കൂടുതൽ പരാതികൾ പുറം ലോകത്തേക്ക് എത്തിക്കുക എന്നുള്ളത് തന്നെയാണ്. രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ വന്നിട്ടുള്ള പരാതികളിലൊക്കെ കഴമ്പുണ്ട് എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. കാരണം ഇതുവരെ വന്നിട്ടുള്ള എല്ലാ ആരോപണങ്ങളും പരിശോധിക്കുമ്പോഴും ആരോപണ വിധേയന്റെ ഈ വിഷയത്തിലെ മറുപടി കാണുമ്പോഴും നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഇത് തന്നെയാണ്. അതുകൊണ്ട് രാഹുൽ മാങ്കൂട്ടം ഇനി എങ്ങോട്ട് എന്ന ചോദ്യത്തിന് ഒരു വ്യക്തമായ ഉത്തരം നമുക്ക് സഭ ആരംഭിച്ചാൽ മാത്രമേ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുകയുള്ളൂ. മാത്രമല്ല കൂടുതൽ ആളുകൾ ഇനിയും പുറത്തേക്ക് വരാനുണ്ട് എന്നുള്ളത് തന്നെയാണ് യൂത്ത് കോൺഗ്രസിന്റെ അകത്തു നിന്ന് തന്നെയുള്ള, അല്ലെങ്കിൽ യൂത്ത് കോൺഗ്രസും കോൺഗ്രസ്സുകാരും ഒക്കെ നടത്തുന്ന പ്രതികരണങ്ങളിൽ നിന്നൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് രാഹുൽ എന്ന് പറയുന്ന വൻമരത്തെ വെട്ടിവീഴ്ത്തി എന്ന് വേണമെങ്കിൽ പറയാം. രാഹുൽ എന്ന് പറയുന്ന വൻമരം വീഴേണ്ടത് തന്നെയാണ്, രാഷ്ട്രീയത്തിൽ വാഴേണ്ടവനല്ല എന്ന് എന്തായാലും പല പെൺകുട്ടികളുടെ പ്രതികരണങ്ങളിൽ നിന്നൊക്കെ തന്നെ നമുക്ക് വ്യക്തമായി തന്നെ മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ടെന്ന് പറഞ്ഞു വെച്ചുകൊണ്ട് നിർത്തട്ടെ.